ഒരു ഞൊടിനേരത്തെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കഴുത്തിനു നേരെ താഴ്ന്നു വരുന്ന കൂർത്ത പല്ലുകൾ ഒരു മിന്നായം പോലെ കണ്ടു. പട്ടിയെ കെട്ടിപ്പുണർന്നുകൊണ്ട് ചെളിയിലൊന്ന് തിരിഞ്ഞു. ഇപ്പോൾ ശ്രീധരൻ നായർ പട്ടിയുടെ മുകളിലായി. അസാമാന്യ ശക്തിയുള്ള ജന്തു, ഒരു സിംഹത്തിൻ്റെ ഇരട്ടി ഉശിര്. ഇടതു കൈകൊണ്ട് പട്ടിയെ അടക്കം പിടിച്ചതും വലതു കൈ എളിയിലേക്ക് നീണ്ടു ചെന്നതും പെട്ടെന്ന് കഴിഞ്ഞു. അരയിൽ ഒളിപ്പിച്ചു വെച്ച മലപ്പുറം കത്തി കയ്യിലായി. കത്തിയെടുത്ത് പട്ടിയെ ലക്ഷ്യമാക്കി ആഞ്ഞൊരു കുത്ത്. ആ നിമിഷത്തിലാണ് ശ്രീധരൻ നായർ നടുങ്ങിപ്പോയത്. പട്ടി അപ്രത്യക്ഷമായിരിക്കുന്നു. കത്തി താഴ്ന്നിരിക്കുന്നത് ചേറിലാണ്. കത്തി ചേറിൽ നിന്നൂരി കയ്യിലെടുത്തുകൊണ്ടാണ് ശ്രീധരൻ നായർ എണീറ്റത്. നായ് ആ പ്രദേശത്ത് എങ്ങുമില്ല. വൈനതയും തിരുമേനിയും നടന്നു മറഞ്ഞിരിക്കുന്നു. വല്ലാത്തൊരു സംതൃപ്തി തോന്നി ശ്രീധരൻ നായർക്ക്. വൈനിതേയൻ്റെ പട്ടി തൻ്റെ കാലു പിടിച്ചില്ല. മലപ്പുറം കത്തി രക്ഷിച്ചു. ആദ്യത്തെ അപകടത്തിന് ശേഷം ഊണിലും ഉറക്കത്തിലുമെല്ലാം ശ്രീധരൻ നായർ കത്തി കൊണ്ട് നടക്കാറുണ്ട്. ഇപ്പോൾ അത് കയ്യിലില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആലോചിച്ചപ്പോൾ തന്നെ ഉൾക്കിടലമുണ്ടായി. ശരീരത്തിലെ രോമങ്ങൾ എഴുന്നേറ്റു നിന്നു. ശ്രീധരൻ നായർ വരമ്പിലേക്ക് കയറി. ആ വരമ്പിലൂടെ ആരൊക്കെയോ നടന്നു വരുന്നു. ശ്രീധരൻ നായരെ, തനിക്ക് വല്ലതും പറ്റിയോ? ആ പട്ടി ചാടുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. വന്നവരിൽ ഒരാൾ ചോദിച്ചു. മറുപടി പറഞ്ഞില്ല. അവർ തന്നെ ബാക്കി കൂടി പറഞ്ഞു. വൈനതേയനും താനും നിന്ന് വർത്തമാനം പറയുന്നത് കണ്ടപ്പോഴേ ഞങ്ങൾ ശ്രദ്ധിച്ചതാണ്. ആ മാടൻ ഇല്ലത്തേക്ക് പോയിട്ടുണ്ട്. ശ്രീധരൻ നായർ അവരോടൊപ്പം നടന്നു. തൻ്റെ വീടിനും അപ്പുറത്തേക്ക് പോകേണ്ടവരാണവർ. വൈനതേയൻ എന്തൊരു മൂർഖനാണെന്ന് ഓർക്കുന്നേ. ഒരാളുടെ ചിത അണഞ്ഞില്ല. അതിനു മുൻപേ അയാൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇയാളെ നിലയ്ക്ക് നിർത്താൻ ഒരാളും ഇല്ലാതെ പോയല്ലോ. ഇപ്പോഴത്തേതുപോലെയാണെങ്കിൽ മിക്കവാറും ഞാൻ തന്നെ അവനെ നിലയ്ക്ക് നിർത്തും. പട്ടിയുടെ ചങ്കിലേക്ക് കുത്തിയിറക്കിയ കത്തി ചേറില്ലാത്താണത്. തിരുമേനിയുടെ ദേഹത്ത് കത്തിയിറക്കിയാൽ വയറിലേക്ക് താഴൂ. കത്തി തൂവാലയാക്കുന്ന വിദ്യയൊന്നും അവനറിയില്ല. ഓ! ശ്രീധരൻ നായർ വെറും സാധാരണ മട്ടിലാണ് ചോദിച്ചത്. അതിനൊന്നും പോകണ്ട ശ്രീധരൻ നായരെ. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് അന്നേരം നോക്കാം. അവർ ചാത്തൻകാവ് കടക്കുകയായിരുന്നു അപ്പോൾ. അങ്ങോട്ട് നോക്കരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നിട്ടും നോക്കിപ്പോയി. നിതാന്ത നിശബ്ദമായി ഇരുണ്ടു മൂടിക്കിടക്കുന്ന കാട്. ആ കാടിനുള്ളിൽ ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ളിൽ ഒരു കാവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചാത്തൻകാവാണ്. വൈനതേയൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് അതെന്നറിയാം. കാടിനുള്ളിലെ കാവൽ തൻ്റെ ആരാധനാമൂർത്തികളെയും ദുർദേവതകളെയും വൈനതേയൻ ബന്ധിച്ചിട്ടുണ്ടത്രേ. 30 വെള്ളിയാഴ്ചകളിലും വാവ് ദിവസങ്ങളിലും അതിനുള്ളിൽ ദീർഘനേരം വൈനതേയൻ ചെലവഴിക്കാറുണ്ട്. ആ ദിവസങ്ങളിൽ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ പുറത്തും കേൾക്കാം. അട്ടഹാസത്തിൻ്റെയോ നിലവിളികളുടെയോ ഒരു സമ്മിശ്ര ശബ്ദം. ആ വഴിക്കുള്ള തങ്ങളുടെ യാത്ര മാറ്റണമെന്ന് ശ്രീധരൻ നായർ തീരുമാനിച്ചു. അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചാടുന്നത് എന്തിന്? പരമാവധി ശ്രദ്ധിക്കാം. എന്നിട്ടും വരുന്നത് വരട്ടെ. എന്തു തന്നെയായാലും വൈനതേയൻ്റെ മുന്നിൽ കരുണയ്ക്ക് യാചിക്കുന്ന പ്രശ്നമേയില്ല. അച്ഛൻ നടന്നു വരുന്നത് കണ്ടപ്പോഴേ എന്തോ പന്തികേടുണ്ടെന്ന് ജാനകിക്കുട്ടിക്ക് തോന്നി. അവൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. കിണറ്റുകരയിലെ വാഴകൾ വെട്ടിക്കളയുകയായിരുന്ന ചന്ദ്രനും ഓടി വന്നു. ആ വാഴകളിൽ നിന്നുള്ള ആദായം വേണ്ടെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഒളിക്കാനൊരിടമുണ്ടായതുകൊണ്ടല്ലേ മാടനും മറുതയ്ക്കും കാത്തിരിക്കാൻ പറ്റുന്നത്. വൈനതേയൻ്റെ ആ അടവ് ഇനി നടക്കാൻ പോണില്ല. ഒരു നേരിയ സംശയമെങ്കിലും തോന്നിയിരുന്നുവെങ്കിൽ എന്നേ ഇതെല്ലാം വെട്ടിക്കളയാമായിരുന്നു. വന്ന വഴിക്ക് ചെറിയൊരു അപകടം. പാടത്തേക്കൊന്ന് വീണു. സാരമില്ല. ശ്രീധരൻ നായർ അത്രേ പറഞ്ഞുള്ളൂ. പട്ടിയുടെ കാര്യം പറഞ്ഞ് വെറുതെ അവരെ എന്തിനും ഭയപ്പെടുത്തണം? വെറുതെ വീണതല്ലെന്ന് ചന്ദ്രന് മനസ്സിലായി. ജാനകി നിൽക്കുന്നു. അപ്പോൾ ഏതായാലും
കൂടുതലൊന്നും ചോദിക്കേണ്ട എന്നവൻ കരുതി. പോയ കാര്യം എന്തായച്ച? ചന്ദ്രൻ വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു. സ്ഥലരക്ഷയ്ക്കൊരു ഹോമം നടത്തണം. അടുത്ത വെള്ളിയാഴ്ച നിശ്ചയിച്ചു. വീടിനുള്ളിൽ കയറിയുള്ള ദുർദേവതകളുടെ ആക്രമണം ചെറുക്കാൻ മാത്രമേ അതുകൊണ്ട് കഴിയൂ. അത്രയുമായാൽ കുറേ സമാധാനിക്കാലോ. ശ്രീധരൻ നായർ ദീർഘനിശ്വാസം ഉതിർത്തു. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. പൂജ നടത്തേണ്ട വെള്ളിയാഴ്ച വന്നു. സന്ധ്യയ്ക്കു മുൻപേ ശ്രീധരൻ നായരും പണിക്കരും കൂടി നഗരത്തിൽ പോയി ഹോമത്തിനുള്ള സാമഗ്രികൾ സമാഹരിച്ചു. സന്ധ്യയാകും മുൻപേ ഹോമം നടത്തേണ്ട തിരുമേനിയും വന്നു ചേർന്നു. നേരത്തെ തയ്യാറാക്കിയ തിരുമുറ്റത്തെ ഹോമക്കളത്തിൽ വിളക്കു വയ്ക്കും മുൻപേ തിരുമേനി കളം വരച്ചു. ശുദ്ധമായ നെയ്യും തൈരും പാലും ഒരു ഭാഗത്ത്, വെൺകടുക്, അക്ഷതം, ദർഭ, കറുക, താമരപ്പൂവ് തുടങ്ങിയവ മറ്റൊരു ഭാഗത്ത്. 7 തിരിയിട്ട 3 നിലവിളക്കുകൾ കൊളുത്തി വയ്ക്കപ്പെട്ടു. സർവശാന്തിക്കരത്തിനുള്ള ദേവമരുത മന്ത്രം ചൊല്ലൽ ആരംഭിച്ചു. വീട്ടിലെ എല്ലാ അംഗങ്ങളും കളത്തിനു ചുറ്റും നിരന്നു നിന്നു. പ്രഭാകര പണിക്കരുടെ വീട്ടിലെ അംഗങ്ങളും ഹോമം കാണാൻ എത്തിയിരുന്നു. ചാണകം മെഴുകിയ ചതുരക്കളത്തിലിട്ട ആവണി പലകയിൽ ചമ്രം പടിഞ്ഞ് പരമേശ്വരൻ തിരുമേനിയിരുന്നു. ദൈവികമായ ഹോമങ്ങൾ നടത്താൻ പരമേശ്വരൻ തിരുമേനി പ്രശസ്തനാണ്. വലിപ്പച്ചെറുപ്പമില്ലാതെ ആരുടെ വീട്ടിലും അദ്ദേഹം ഹോമം നടത്തും. പ്രതിഫലേച്ച തീരെയില്ല. ദക്ഷിണ നൽകുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കും. കൊടുത്തത് കുറഞ്ഞെന്ന പേരിൽ പല്ലിറുമുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. പാഴൂർ ഇല്ലത്തെ നിയുക്ത മന്ത്രവാദി വഴിമാറിപ്പോയതുകൊണ്ടുള്ള നേട്ടം പരമേശ്വരൻ നമ്പൂതിരിക്കുണ്ട്. ആഭിചാരങ്ങളുടെ മൊത്തം ചുമതല വൈനിതയൻ തിരുമേനി ഏറ്റെടുത്തപ്പോൾ ദൈവികമായ ഹോമപൂജ ആവശ്യങ്ങൾക്ക് ആ നാട്ടിൽ മറ്റൊരാളില്ലാതെ പോയി. നഗരത്തിൻ്റെ ഓരത്ത് ചെറിയൊരു ഇല്ലത്ത് കഴിയുന്ന പരമേശ്വരൻ നമ്പൂതിരിയെ ആളുകൾ തിരഞ്ഞു പോകാൻ തുടങ്ങിയതങ്ങനെയാണ്. ഒരു ശിവക്ഷേത്രത്തിലെ പൂജാരിയുമാണ് അദ്ദേഹം. മറ്റു 2 പേരെ ശ്രീധരൻ നായർ ചെന്ന് കണ്ടിരുന്നുവെങ്കിലും വൈനിതയ്യൻ്റെ അയലത്താണ് വീടെന്ന് പറഞ്ഞപ്പോഴേ അവർ ഒഴിയുകയാണ് ചെയ്തത്. 3ാമതാണ് പരമേശ്വരൻ തിരുമേനിയുടെ ഇല്ലത്തെത്തുന്നത്. ശ്രീധരൻ നായർ സ്ഥലപ്പേര് പറഞ്ഞപ്പോഴേ തിരുമേനി ചോദിച്ചത് വൈനിതയ്യനെക്കുറിച്ചായിരുന്നു. പാഴൂർ ഇല്ലത്തിന് അടുത്താണ് വീട് അല്ലേ? ആ ഭാഗത്തേക്ക് ഞാനൊന്ന് വന്നിട്ട് ഇശി നാളായി. വൈനിതയെ കണ്ടിട്ട് ഇശി കാലായി. സുഖല്ലേ അദ്ദേഹത്തിന്? ശ്രീധരൻ നായർ വിഷമിച്ചു. തിരുമേനി വൈനിതയെക്കുറിച്ച് ചോദിക്കുമെന്ന് കരുതിയതല്ല. അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞാൽ മതിയെന്നുറച്ച കാര്യങ്ങളും വിശദീകരിക്കേണ്ടി വന്നു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പരമേശ്വരൻ തിരുമേനിയുടെ നെറ്റിയിൽ ചുളിവുകൾ പ്രത്യക്ഷപ്പെട്ടു. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? ആ, സാരല്ല. ഞാൻ ശ്രേയസ്കരമാവുന്ന ഒരു ഹോമം നടത്താം. സ്ഥലരക്ഷ ചെയ്യുകയുമാവാം. വിജയിക്കും നങ്ങട് നിരീക്ഷിക്കാം. ഈശ്വര ചൈതന്യത്തെ കടകം വെട്ടുന്ന ഏർപ്പാടുകളാ വൈനിതയും ചെയ്യുക. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. ഈശ്വരനോട് മുഖത്തോട് മുഖം നിൽക്കാൻ ഏത് ദുർദൈവതയ്ക്കാ ധൈര്യം? ശ്രീധരൻ നായർ തലകുലുക്കിയതേയുള്ളൂ. ആരെന്തു പറഞ്ഞാലും തലകുലിക്ക് സമ്മതിക്കാനേ നിവർത്തിയുള്ളൂ. ഈശ്വരൻ്റെയും ചെകുത്താൻ്റെയും ഇടയിൽപ്പെട്ട് നട്ടം തിരിയുന്നത് താനല്ലേ? ഏത് ഭാഗത്താണ് പിടികൂടുതലെന്ന് തനിക്ക് തന്നെ സംശയം തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ദൈവം ഒന്നും ചെയ്യുന്നിടത്ത് ചെകുത്താൻ 2 ചെയ്യുന്നുണ്ട്. തനിക്കത് അനുഭവമാണല്ലോ. ഓം നമ സർവമാതൃഭ്യോം ഭുജ്ഞ ഭുജ്ഞ ചുട ചുട സ്ഫോടയേ സ്ഫോടയേ സ്ഫുര സ്ഫുര ഗ്രഹണ ഗ്രഹണ. പരമേശ്വരൻ നമ്പൂതിരിയുടെ ചുണ്ടുകൾ ചലിക്കുന്നത് അപ്പുക്കുട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എത്തിയപ്പോൾ മുതൽ അവൻ കൂടെ കൂടിയതാണ്. കുളിച്ച് ശുഭ്രവസ്ത്രമണിഞ്ഞ് ദർഭ ഒരുക്കാൻ അവനും കൂടി. പരമേശ്വരൻ നമ്പൂതിരിക്ക് അപ്പുക്കുട്ടനെ ഏറെ ഇഷ്ടമായി. തിരുമേനിക്ക് ഓരോ സഹായം ചെയ്തു കൊടുക്കുന്നതിലൂടെ തനിക്കറിയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അവൻ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. മന്ത്രങ്ങളുടെ ഫലസിദ്ധിയെക്കുറിച്ച്, ആഭിചാരങ്ങളുടെ അപകടങ്ങളെക്കുറിച്ച് പരമേശ്വരൻ നമ്പൂതിരി എല്ലാം അവന് വിശദീകരിച്ചു കൊടുത്തു. ഇവിടെ ചെയ്യാൻ പോകുന്ന ഹോമത്തിൽ ഉപയോഗിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും അപ്പുക്കുട്ടൻ ചോദിച്ചു.
തിരുമേനി പുഞ്ചിരിച്ചു. സർവശാന്തിക്ക് വേണ്ടിയുള്ള ഹോമമാണ് നടത്തുന്നതെന്ന് അറിയാമല്ലോ. ഈ ഹോമത്തിനുപയോഗിക്കുന്ന മന്ത്രങ്ങൾക്ക് ഇമാദേവി, ദേവാമരുത എന്നാണ് പേരുകൾ. മന്ത്രത്തിൻ്റെ മാത്രം പേരുകളാണവ. ഉപയോഗിക്കുന്ന മന്ത്രം വളരെയുണ്ട്. അത് പെട്ടെന്ന് പഠിക്കാനാവില്ല. തിരുമേനി എങ്ങനെയാ ഇതൊക്കെ പഠിച്ചത്? കൗമാരക്കാരനായ അപ്പുക്കുട്ടൻ്റെ ശിശുസഹജമായ ചോദ്യം. അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിനത് പറഞ്ഞുകൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഏതു വിദ്യയും ഒരു ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടതാണെന്ന് കേട്ടിട്ടുണ്ടോ? എനിക്കും ഒരു ഗുരുവുണ്ട്. അദ്ദേഹം അകലെ ഒരിടത്താണ്. തിരുമേനി പറഞ്ഞതൊക്കെ അപ്പുക്കുട്ടൻ ശ്രദ്ധയോടെ കേട്ടു. ഓം നമോ സർവമാതൃഭ്യോ. തിരുമേനിയുടെ മന്ത്രോച്ചാരണം അനുദാത്ത അവസ്ഥയിൽ നിന്ന് ത്വരിതത്തിലേക്ക് കടക്കുന്നു. ഇതുവരെ നടന്നതത്രയും തൃപ്തികരമാണെന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവം വ്യക്തമാക്കി. കരിക്ക് കരുതിയിട്ടുണ്ടല്ലോ അല്ലേ? പരമേശ്വരൻ തിരുമേനി തലയുയർത്തി. ശ്രീധരൻ നായർ ചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. അക്കാര്യം അവനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അക്കിടി പറ്റിയതുപോലെ അവൻ പെട്ടെന്ന് പിന്നിലേക്ക് വലിഞ്ഞു. ഞാൻ ഇപ്പം തന്നെ എത്തിക്കാം, മറന്നുപോയി. അക്കാര്യം മറന്നതിൽ കുണ്ഠിതപ്പെട്ട് ഉടൻ തന്നെ ഒരു കരിക്കിടാൻ ചന്ദ്രൻ തീരുമാനിച്ചു. വീടിൻ്റെ ചുറ്റിനും തെങ്ങുകളുണ്ട്. മുറ്റത്ത് ഹോമം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിൻപുറത്തെ തെങ്ങിൽ കയറാനാണവൻ തീരുമാനിച്ചത്. ഇറമ്പിൽ നിന്ന് തളപ്പെടുത്ത് ചന്ദ്രൻ തെങ്ങിൻ ചുവട്ടിലേക്ക് നടന്നു. എല്ലാം കൊന്നത്തെങ്ങുകളാണ്. എങ്കിലും മരം കയറ്റം പരിചയമുള്ളതുകൊണ്ട് ചന്ദ്രൻ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. പോരെങ്കിൽ തന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഒഴിവാക്കാനാവാത്ത അത്യാവശ്യവും. ചന്ദ്രൻ തളപ്പു കാലിലിട്ട് തെങ്ങിലേക്ക് കുതിച്ചു. യക്ഷിക്കാടിനുള്ളിൽ ഇതേ സമയത്തു തന്നെ അതിഗൂഢമായ മറ്റൊരു ഹോമവും നടക്കുന്നുണ്ടായിരുന്നു. ശ്രീധരൻ നായരുടെ വീട്ടിൽ നടക്കുന്നതെല്ലാം വൈനിതയും തിരുമേനി മഷിനോട്ടം വഴി വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അയാളുടെ കണ്ണുകളിൽ ക്രൂരമായൊരു ഭാവം തെളിഞ്ഞത്. ചുണ്ടിൽ വിജയസ്മിതം. ശ്രീധരൻ നായരുടെ മൂത്ത മകൻ വീടിൻ്റെ പിൻപുറത്തേക്ക് പോകുന്നു. അവൻ്റെ ഉദ്ദേശം അയാൾക്ക് പിടികിട്ടി. വൈനിതയന് ഹരം കയറി. ഹോമക്കളത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന പരമേശ്വരൻ നമ്പൂതിരി പെട്ടെന്നൊന്ന് നടുങ്ങി. എന്തോ ദുശങ്ക തോന്നുന്നു, ഒരാപത്ശങ്ക. കരിക്കിടാൻ പോയ ആളെ തിരികെ വിളിക്കൂ, വേഗം. പരമേശ്വരൻ തിരുമേനിയുടെ ശബ്ദത്തിന് വല്ലാത്ത ഉത്കണ്ഠയായിരുന്നു. ചാത്തൻകാവിൽ നിന്നൊരു അഗ്നിഗോളം ഉയർന്നു പൊങ്ങിയത് പൊടുന്നനെയായിരുന്നു. വൈനിതയൻ്റെ ദുർമൂർത്തികളിൽ ഒന്നിനെ അഗ്നിഗോളമാക്കി ഉയർത്തിവിട്ടതാണ്. അഗ്നിഗോളം ഒരു തീപക്ഷിയെപ്പോലെ ഇരുട്ടിൻ്റെ മഹാസമുദ്രത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് കണ്ട് വൈനിതയൻ തലയെറിഞ്ഞു ചിരിച്ചു. അയാളുടെ കണ്ണുകളിൽ വന്യമായ തിളക്കം. വിജയം ഇത്തവണയും തന്നെ വാരിപ്പുണരാൻ എത്തിയിരിക്കുന്നു. തൻ്റെ മൂർത്തിയെ തളയ്ക്കാൻ കെൽപ്പുള്ള ഏതു മാന്ത്രികനാണുള്ളതെന്ന് കാണാമല്ലോ. അഗ്നിഗോളം വയലിൻ്റെ മുകളിലൂടെ ഒരു പറക്കും തളിക പോലെ പായുകയാണ്. ശ്രീധരൻ നായരുടെ മുറ്റത്തൊരുക്കിയ മാന്ത്രിക കളത്തിന് മുന്നിൽ നിന്ന് പരമേശ്വരൻ തിരുമേനി ചാടിപ്പിടഞ്ഞെണീറ്റു. അദ്ദേഹം ഒരു കൊടുങ്കാറ്റുപോലെ ചന്ദ്രൻ കയറിയ തെങ്ങിൻ ചുവട്ടിലേക്ക് പാഞ്ഞു. അരുത്, അരുത്, കയറരുത്, പെട്ടെന്ന് താഴേക്കിറങ്ങൂ. ഒരു നിലവിളി പോലെയായിരുന്നു പരമേശ്വരൻ തിരുമേനിയുടെ ശബ്ദം. ചന്ദ്രൻ തെങ്ങിൻ്റെ മുകളിൽ എത്താറായിരിക്കുന്നു. തിരുമേനിയുടെ ശബ്ദം വ്യക്തമായി കേട്ടതാണെങ്കിലും വല്ലാത്തൊരു വാശിയോടെ മുകളിലേക്ക് തന്നെ കയറുകയാണവൻ ചെയ്തത്. ശ്രീധരൻ നായരെ ചതിച്ചു. സംഭവിക്കരുതാത്തതും സംഭവിക്കാൻ പോകുന്നു. പരമേശ്വരൻ തിരുമേനി തളർന്ന് താഴെ കുത്തിയിരുന്നു. ശ്രീധരൻ നായരുടെ നെഞ്ചിലൂടെ ഇടിവാൾ പൊളഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമല്ലെങ്കിലും ചന്ദ്രൻ ഏതോ അപകടത്തിൻ്റെ വക്കിലാണെന്ന് അയാൾക്ക് മനസ്സിലായി. ചന്ദ്ര! ശ്രീധരൻ നായർ അലറിക്കരഞ്ഞു. ഉന്മാദാവസ്ഥയിൽ എന്നോണം ചന്ദ്രൻ ഒന്നുകൂടി കുതിച്ചു. തെങ്ങിൻ്റെ മടലുകളിൽ പിടികിട്ടി. കാലിൽ നിന്ന് തളപ്പ് താഴേക്ക് ഊർന്നു വീണു.
വലതുകാലെടുത്ത് തെങ്ങിൻ്റെ മടലിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന നിമിഷത്തിലായിരുന്നു അത് സംഭവിച്ചത്. ചാത്തൻകാവിൽ നിന്ന് പാഞ്ഞു വന്ന തീയുണ്ട ഒരു നൊടിനേരം കൊണ്ട് ചന്ദ്രനെ വന്നു പൊതിഞ്ഞു. ഒരാർത്തനാദം. കത്തിക്കരിഞ്ഞ ചന്ദ്രന്റെ ശരീരം തെങ്ങിൻ ചുവട്ടിൽ വന്നു പതിച്ചു. തീഗോളം വളരെ മെല്ലെ പുറപ്പെട്ടിടത്തേക്ക് മടക്കയാത്ര ആരംഭിച്ചു. ചാത്തൻകാവിൽ നിന്നൊരു അട്ടഹാസം മുഴങ്ങി. വൈനതേയനോടൊപ്പം അയാളുടെ ദുർമൂർത്തികളും ഉറഞ്ഞു തുള്ളി. 2 2 നൂൽബന്ധമില്ലാതെ നിന്ന വൈനരേയൻ തിരുമേനി ശ്മശാന നൃത്തം ചവിട്ടി. ചാത്തൻകാവിൽ ചൂളക്കാറ്റ് തലയറിഞ്ഞു തുള്ളി. പാലപ്പൂക്കളുടെ ഗന്ധം പാരാകെ പടർന്നു. ശ്രീധരൻ നായരുടെ വീട്ടിലപ്പോൾ ഹൃദയം നുറുങ്ങുന്ന നിലവിളി ഉയരുകയായിരുന്നു. ചന്ദ്രന്റെ കരിക്കട്ട പോലെയായ ശരീരം മടിയിലെടുത്തു വച്ച് ശ്രീധരൻ നായർ മാറത്തടിച്ച് നിലവിളിക്കുകയായിരുന്നു. ഐശ്വര്യസിദ്ധിക്ക് വേണ്ടി ഒരുക്കിയ മുറ്റത്തെ മാന്ത്രിക ചക്രത്തിൽ ചന്ദ്രന്റെ ജഡം കിടത്തി. ഹോമത്തിനു വേണ്ടി പകർന്നുവെച്ച നെയ്യ് ഒരു കറുത്ത പൂച്ച നക്കുന്നത് കണ്ടുകൊണ്ടാണ് പരമേശ്വരൻ തിരുമേനി കളത്തിനരികിലേക്ക് വന്നത്. പൂച്ച തിരുമേനിയെ തുറിച്ചു നോക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ നേരെ ചീറ്റി. "ഇനിയും ധിക്കാരമോ? നീ ഇനി ഒരിടത്തു നിന്നും നെയ്യ് കുടിക്കണ്ട." പരമേശ്വരൻ നമ്പൂതിരിയുടെ കണ്ണുകൾ കോപാകുലമായി. കുനിഞ്ഞ് ഒരു പിടി അക്ഷതം വാരി ജപിച്ച് അദ്ദേഹം പൂച്ചയുടെ നേരെ എറിഞ്ഞു. വിദ്യുത് പ്രവാഹമേറ്റാൽ എന്നോണം ആ ജന്തു ഒന്നു നടുങ്ങി. പിന്നെ വിറഞ്ഞു തുള്ളി കളത്തിന് പുറത്തു ചത്തുവീണു. അതിനെ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ചെന്നയാളെ തിരുമേനി വിലക്കി. "വേണ്ട, തൊടണ്ട. ഇവൻ തനിയെ ചെല്ലേണ്ടിടത്ത് ചെന്നോളും." പരമേശ്വരൻ തിരുമേനി ആവണിപ്പലകയിലിരുന്നു. മിഴികൾ പാതിയടച്ച് ഏതോ രഹസ്യമന്ത്രങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി. ചുറ്റും നിന്നവർ ഭീതിയോടെ വീർപ്പടക്കി നിൽക്കുകയായിരുന്നു. മന്ത്രോച്ചാരണവുമായി അരനാഴിക. തിരുമേനി മിഴി തുറന്നു. കൈകൾ രണ്ടും പൂച്ചയുടെ നേരെ നീട്ടി. മെല്ലെ മെല്ലെ മുകളിലേക്ക് ഉയരട്ടെ എന്ന ആംഗ്യം കാട്ടി. അത്ഭുതം! ചത്തുകിടന്ന പൂച്ച വായുവിൽ ഉയർന്നു. അതങ്ങ് തെങ്ങിൻ മുകളോളം ഉയർന്നപ്പോൾ തിരുമേനി ചാത്തൻകാവിനെ ലക്ഷ്യമാക്കി വിരൽ ചൂണ്ടി. അഗ്നികോളം വന്നതിലും വേഗതയിൽ പൂച്ചയുടെ ജഡം വായുവിലൊഴുകി ചാത്തൻകാവിനരികിലേക്ക് നീങ്ങി. വൈനരേയൻ തിരുമേനി കർമ്മങ്ങൾ അവസാനിപ്പിക്കാൻ വട്ടം കൂട്ടുന്ന നേരമായിരുന്നു അപ്പോൾ. ഇഷ്ടമൂർത്തികളെ വന്ദിച്ച് കളത്തിൽ നിന്ന് എണീക്കാൻ തുടങ്ങിയ നേരം. ഹോമകുണ്ടത്തിലേക്ക് വന്നു വീണ പൂച്ചയുടെ ജഡം. അണഞ്ഞു തുടങ്ങിയ കനലുകളും ചാരവും പറന്നുയർന്നു. അതാകെ വൈനതേയൻ്റെ ശരീരം നിറയെ ചിതറിത്തെറിച്ചു. അയാളുടെ മുഖം ഇരുണ്ടു. കണ്ണുകൾ കനലുകളായി. "ഓഹോ, പരമേശ്വരൻ നമ്മോടും ഒരു കൈ നോക്കാനാണോ ഭാവം?" ഒരു ഞൊടിയിട വൈനതേയൻ ചിന്തിച്ചു നിന്നു. "വേണമെങ്കിൽ വീണ്ടും ഹോമകുണ്ടമിരിക്കാം. പരമേശ്വരൻ തിരികെ പോകാതെ ബന്ധിക്കാം. ഇപ്പോൾ അത് വേണോ? മൂർത്തികളെ പ്രീണിപ്പിച്ച് പറഞ്ഞയച്ചതേയുള്ളൂ. വീണ്ടും അവരെ വിളിച്ചു വരുത്തുന്നതത്ര ശരിയല്ല. വേണ്ട, പിന്നീടൊരിക്കലാകാം." പരമേശ്വരൻ തിരുമേനിയെയും തൻ്റെ നോട്ടപ്പുള്ളികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വൈനതേയൻ പാഴൂർ ഇല്ലത്തേക്ക് നടന്നു. നിലാവ് മങ്ങി. രാവിന് തണുപ്പേറി. അകലെ എങ്ങോ നായ്ക്കൾ ഉണർന്നു മോങ്ങാൻ തുടങ്ങി. രാപ്പുള്ളുകൾ ചിലച്ചു. അതുവരെ മയങ്ങിക്കിടന്ന ചീവീടുകൾ ഒന്നിച്ചുണർന്നു നിലവിളിക്കാൻ തുടങ്ങി. വൈനതേയൻ ഒന്നും ശ്രദ്ധിച്ചില്ല. അയാളുടെ മനസ്സിൽ വല്ലാത്തൊരു സംതൃപ്തി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ശ്രീധരൻ നായരോടുള്ള പ്രതികാരത്തിൽ മറ്റൊന്നുകൂടി കഴിഞ്ഞിരിക്കുന്നു. ഇനി 4 എണ്ണം കൂടിയുണ്ട്. അതും ഒന്നൊന്നായി ഏറെ താമസിയാതെ പൂർത്തിയാക്കണം. പാഴൂർ ഇല്ലത്തെ വൈനതേയൻ തിരുമേനിയുടെ കുപ്രസിദ്ധി അതുകൊണ്ട് ഒന്നുകൂടി വർദ്ധിക്കുകയുള്ളൂ. ആലോചിച്ചപ്പോൾ അയാൾ ഉറക്കെ ചിരിച്ചുപോയി. ഇല്ലത്തു കുമിഞ്ഞുകൂടുന്ന സ്വത്തുക്കൾ, അറപ്പുരയിൽ നിത്യേന വന്നു പോകാൻ കന്യകകൾ. ഹായ് ഹായ്! തൻ്റെ മന്ത്രസിദ്ധിക്ക് പുനർജന്മം ലഭിച്ചിരിക്കുകയാണ്. ആദ്യം തെല്ലു ഭയമുണ്ടായിരുന്നു.
താൻ മറന്ന മൂർത്തികൾ അടുക്കില്ലെന്ന്. എല്ലാം വെറുതെയായിരുന്നു. വിളിച്ചാലുടൻ ഓടിയെത്താൻ തയ്യാറായിട്ടായിരുന്നു അവരുടെ നിലയെന്നുവരെ തോന്നി. ചാരിയിട്ടിരുന്ന പടിപ്പുര വൈനിതയിനടുത്തു ചെന്നപ്പോൾ തനിയെ തുറന്നു. ഇല്ലത്തിന് കാവൽ നിർത്തിയിരിക്കുന്ന അദൃശ്യനായ മൂർത്തിയുടെ കാര്യക്ഷമത. ഉമ്മറക്കെട്ടിൽ മുനിഞ്ഞു കത്തിനിന്ന അരിക്കലാമ്പ് ഇത്തിരി കൂടി കരുത്താർജിച്ചു. വിളക്കിന് ചുവട്ടിൽ അറപ്പുരപ്പടിയിൽ തലചായ്ച്ചു മയങ്ങിയ ദേവമ്മ ഉണർന്നു. ഭർത്താവിൻ്റെ പാദപതനം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ദേവമ്മ വേഗം ചെന്ന് വാതിൽ തുറന്നുകൊടുത്തു. കവളിൽ ഒഴുകിയ കണ്ണീർ ചാലുകൾ തുടച്ച് അവർ വാതിലിൽ ഒതുങ്ങി നിന്നു. ദേവമ്മ എന്നും കാത്തിരിക്കുകയായിരുന്നുവോ? ചെന്ന് കിടന്നോളൂ. വൈനിതയൻ തിരിഞ്ഞു നോക്കാതെ തൻ്റെ മുറിയിലേക്ക് നടന്നു. വാതിലടച്ച് തിരിയുമ്പോൾ അവരുടെ മിഴികൾ വീണ്ടും സജലങ്ങളായി. വിങ്ങിപ്പൊട്ടിക്കൊണ്ടവർ തൻ്റെ മുറിയിലേക്കോടി. ആ വിങ്ങിപ്പൊട്ടലുകൾക്കിടയിലും തീരെ ചെറിയൊരാഹ്ലാദം ദേവമ്മയുടെ മനസ്സിൻ്റെ ഓരത്ത് തുടിക്കാതിരുന്നില്ല. തിരുമേനി ഇന്നു തൻ്റെ പേരെങ്കിലും ഒന്ന് ഉച്ചരിച്ചല്ലോ. അത്ര പോലും പതിവില്ലാത്ത ആവർത്തനങ്ങൾ മാത്രമേ ഇന്നോളം ജീവിതത്തിൽ ഭവിച്ചിട്ടുള്ളൂ. വൈനതയൻ്റെ മുറിവാതിൽ ഞരക്കത്തോടെ അടയുന്നു. അകലെ എങ്ങോ പുലരി വിളിച്ചുണർത്താൻ കുകുടവൃന്ദങ്ങൾ കൂവാൻ തുടങ്ങിയിരിക്കുന്നു. ശ്രീധരൻ നായർക്കേറ്റ രണ്ടാമത്തെ ആഘാതമായിരുന്നു ചന്ദ്രന്റെ ദുർമരണം. നേരം വെളുത്ത് ചന്ദ്രന്റെ ശവസംസ്കാരത്തിൽ കൂടി പങ്കുചേർന്നിട്ടേ പരമേശ്വരൻ തിരുമേനി നാട്ടിലേക്ക് തിരിച്ചുപോയുള്ളൂ. അദ്ദേഹത്തെ പടിവരെ അനുഗമിച്ച അപ്പുക്കുട്ടനെ ചേർത്ത് പിടിച്ച് തഴുകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാ സമയത്തും കുട്ടി ദുർഗാമന്ത്രം ഉരുവിട്ടോളൂ. അപകടത്തിൽ നിന്നത് നിന്നെ രക്ഷിക്കും. എന്തോ ആലോചിച്ചു നിന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് തൻ്റെ കൈത്തണ്ടയിൽ കെട്ടിയിരുന്ന രക്ഷയഴിച്ചെടുത്ത് അപ്പുക്കുട്ടൻ്റെ ഇടതു കൈമുട്ടിന് മുകളിൽ അത് കെട്ടിക്കൊടുത്തു. ഇതങ്ങനെ നിന്റെ ഹൃദയഭാഗത്ത് തൊട്ടുകിടന്നോട്ടെ. ഒരിക്കലും അഴിച്ചു കളയരുത്. അപകടങ്ങൾ നിന്നെ തൊടില്ല. അപ്പുക്കുട്ടൻ്റെ മിഴികൾ നനഞ്ഞു. പരമേശ്വരൻ തിരുമേനി പാടവരമ്പത്തുകൂടി നടന്നകലുന്നത് അപ്പുക്കുട്ടൻ നോക്കി നിന്നു. ഒരിക്കലും ഉണ്ടാകാത്ത മനോവിഷമത്തോടെയാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. ഒരു സൽഹോമത്തിന് വന്നിട്ട് ദുരന്തത്തിന് സാക്ഷിയായി നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴതുമായി. വൈനിതയൻ്റെ പ്രതികാരം ആ കുടുംബത്തെ ഒട്ടാകെ ഹോമിക്കുമെന്നുറപ്പായിരുന്നു. നടന്നു ചെന്ന് പരമേശ്വരൻ നമ്പൂതിരി പെട്ടത് വൈനിതയൻ്റെ മുന്നിൽ തന്നെയായിരുന്നു. പരമേശ്വരൻ നമ്പൂതിരിയെ കാത്തുന്ന വണ്ണം അയാൾ വഴിയിലേക്ക് കയറുന്ന പാടത്തിൻ്റെ മുക്കിന് നിൽക്കുകയായിരുന്നു. വൈനിതയൻ ഹാസ്യാത്മകമായി ഒന്ന് ചിരിച്ചു. പരമേശ്വരനല്ലേ? കണ്ടത് ഭാഗ്യായി. ഇന്നലെ തിരിച്ചയച്ചത് ഉദ്ദേശിച്ചതുപോലെ തന്നെ ലഭിച്ചു കേട്ടോ. ഭേഷായിരിക്കണു. വൈനിതയൻ ഉറക്കെ ചിരിച്ചു. ഭേഷാവൂന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. പരമേശ്വരൻ നമ്പൂതിരി ഒട്ടും കുറച്ചില്ല. തനിക്ക് വൈനിതയനെ നമ്പേണ്ട യാതൊരു കാര്യവുമില്ല. അയാൾക്ക് അയാളുടെ വഴി, തനിക്ക് തൻ്റെ വഴി. വൈനിതയന് തന്നെ അറിയാം. അറിഞ്ഞുകൊണ്ടയാൾ ഒരു മത്സരത്തിന് ഒരുങ്ങില്ലെന്ന് ഉറപ്പാണ്. മത്സരത്തിൻ്റെ അന്ത്യഫലം വൈനിതയന് അനുകൂലമായി വന്നേക്കാം. എന്നാലും ഒരിടത്തേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുന്നത് നന്ന്. ആവശ്യമില്ലാത്തതിനൊന്നും പുറപ്പെടാണ്ടിരിക്കുക. എന്താ? ഒരു മുന്നറിയിപ്പ് പോലെയാണ് വൈനിതയൻ്റെ ആ സംസാരം പരമേശ്വരൻ തിരുമേനിക്ക് തോന്നിയത്. ആലോചിക്കാതെയൊന്നും ഞാൻ പ്രവർത്തിക്കാറില്ല. ആവശ്യമുള്ളതല്ലാത്തതൊന്നും ചെയ്യാറുമില്ല. പരമേശ്വരൻ്റെ ദൃഢസ്വരം. വൈനിതയൻ്റെ കൂട്ടുപുരികങ്ങൾ തമ്മിൽ തല്ലി. ഒരു നിമിഷം മാത്രം. എന്നാ ശരി, പൊയ്ക്കോളൂ. നമ്മൾ തമ്മിൽ കണ്ടില്ല എന്നങ്ങടെ നിരീക്കുക. വൈനിതയൻ വഴിയൊഴിഞ്ഞു. പരമേശ്വരൻ തിരുമേനി വഴിയിലേക്ക് കയറുമ്പോൾ നേരിയൊരു പുഞ്ചിരിയോടെ വൈനിതയൻ വരമ്പിൽ നിന്നൊരു പുൽക്കൊടി അടർത്തിയെടുത്ത് കയ്യിലിട്ട് താലോലിച്ച് പൊടുന്നനെ അത് വരമ്പിന് വിലങ്ങനെ എറിഞ്ഞു. പരമേശ്വരൻ തിരുമേനിയുടെ തൊട്ടു മുന്നിലേക്ക് ഒരു വൃക്ഷശിഖരം അടർന്നു വീണു. മാർഗതടസ്സം. വൈനിതയൻ്റെ മാന്ത്രിക പണിയാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹത്തിന് പൊടുന്നനെ പിടികിട്ടി. ഒട്ടും സംശയിച്ചില്ല. ഇടതുകാലിൻ്റെ പെരുവിരൽ കൊണ്ട് അദ്ദേഹം
ആ വൃക്ഷശിഖരം മുന്നോട്ട് തോണ്ടിത്തെറിപ്പിച്ചു. അടുത്ത ക്ഷണം ശിഖരം അപ്രത്യക്ഷമായി. പകരം ഫണമുയർത്തി ചീറി നിൽക്കുന്നൊരു സർപ്പം പരമേശ്വരൻ തിരുമേനിയുടെ മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിച്ചു.